ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന വലിയ ചോദ്യമുണ്ട്. രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുകയാണ്. ലോർഡ്സിലെ മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലും സ്പോർട്സ് ചാനലുകളും ഒരേ ഒരു ചർച്ചയായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ഈ ആഭ്യൂഹങ്ങൾക്കെല്ലാം BCCI തന്നെ വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ ആഭ്യൂഹങ്ങൾ ശക്തമായത്? ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷം രോഹിത് ശർമ്മയുടെ ഭാവിയെക്കുറിച്ച് നിരവധി വാർത്തകളാണ് പുറത്തു വന്നത്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ലോർഡ്സിലെ മത്സരം രോഹിത്തിന്റെ അവസാന ഏകദിന മത്സരമായിരിക്കാമെന്നായിരുന്നു. കാരണം 2027 ലോകകപ്പിനെ പുതിയ ടീമിന് ഒരുക്കേണ്ടതുണ്ടായിരുന്നു. അതിനാൽ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാൻ BCCI ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള ആഭ്യൂഹങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. ഇത് ആരാധകരെ ആശങ്കയിലാക്കി. പക്ഷേ ഈ ആശങ്കകൾക്കെല്ലാം തന്നെ മറുപടി രോഹിത് ശർമ്മ നൽകിയത് തന്റെ ബാറ്റ് കൊണ്ടാണ്. ലോർഡ്സിലെ അവസാന മത്സരത്തിൽ 387 റൺസ് ചേസ് ചെയ്യുന്ന ഇന്ത്യയെ മോശമല്ലാത്ത സ്കോറിൽ എത്തിച്ചത് രോഹിത് ശർമ്മയുടെ 138 റൺസ് ആയിരുന്നു. അതായത് ലോർഡ്സിൽ ഒരു ഇന്ത്യൻ ബാറ്റർ നേടുന്ന ഏകദിനത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടിക്കൊണ്ടാണ് ഈ ആഭ്യൂഹങ്ങളുടെ വായ രോഹിത് ശർമ്മ അടപ്പിച്ചത്. ഈ ആഭ്യൂഹങ്ങൾക്കൊക്കെ ഇപ്പോൾ BCCI ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറഞ്ഞത് വളരെ വ്യക്തമാണ്. രോഹിത് ശർമ്മയുടെ വിരമിക്കൽ സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടക്കുന്നില്ല. ഇപ്പോൾ അത്തരമൊരു ചോദ്യമേ ഇല്ല, അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ വരുന്ന ആഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും രോഹിത്തിനെ കുറിച്ച് BCCIയുടെ നിലപാട് വ്യക്തമാണെന്നും ഇത് കാണിക്കുന്നു. ഇതാദ്യമായല്ല BCCI ഇത്തരമൊരു വിശദീകരണം നൽകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയും സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ലോർഡ്സ് മത്സരം രോഹിത്തിന്റെ അവസാന ഏകദിനമാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയുടെ ഏകദിന പദ്ധതിയുടെ ഭാഗമാണെന്നും ആയിരുന്നു. അതേസമയം ഈ ആഭ്യൂഹങ്ങൾ ഇത്രയും ശക്തമാകാൻ മറ്റൊരു കാരണമുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ അവസാന ഏകദിനത്തിന് മുമ്പുള്ള മത്സരങ്ങളിൽ രോഹിത് ശർമ്മ അത്ര മികച്ച ഫോമിലല്ലായിരുന്നു. അപ്പോഴാണ് കൂടുതൽ സമ്മർദ്ദം അദ്ദേഹത്തിന് മുകളിലേക്ക് വന്നത്. അതിന് രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ട് നൽകിയ മറുപടി ചരിത്രത്തിലേക്ക് പോയ പ്രകടനവുമായിരുന്നു. അതും ലോർഡ്സ് പോലൊരു വേദിയിൽ. ഇന്ത്യൻ താരമെന്ന നിലയിൽ ലോർഡ്സിലെ ഏകദിന സെഞ്ചുറി നേടുന്ന ആദ്യ താരമായി അദ്ദേഹം മാറുകയും ചെയ്തു. മത്സരശേഷം രോഹിത്തിനോട് വിരമിക്കലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു. ശബ്ദങ്ങൾ ഉണ്ടാകട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഇന്ത്യക്കായി കളിക്കുന്നതിലാണ് എന്റെ ശ്രദ്ധ. ഈ മറുപടി തന്നെ ആരാധകർക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നിരുന്നാലും ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. 39 വയസ്സിലേക്ക് കടക്കുന്ന രോഹിത് 2027 ലോകകപ്പ് വരെ തുടരുമോ? അല്ലെങ്കിൽ അതിനു മുമ്പ് സ്വയം വിരമിക്കൽ പ്രഖ്യാപിക്കുമോ? ഇതിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. കാരണം വിരമിക്കൽ തീരുമാനമെടുക്കേണ്ടത് കളിക്കാരനാണ്, BCCI അല്ല. ഇതിനിടയിൽ മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫും രോഹിത്തിനെ പിന്തുണച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു ഇതിഹാസ താരത്തിന്റെ വിരമിക്കൽ എപ്പോൾ വേണമെന്നത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പുറത്തുനിന്നുള്ള സമ്മർദ്ദം കൊണ്ടല്ല അത് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഒന്നാമത്, രോഹിത് ശർമ്മയുടെ വിരമിക്കൽ സംബന്ധിച്ച് BCCI യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. രണ്ടാമത്, രോഹിത്തും വിരമിക്കുമെന്ന സൂചന നൽകിയിട്ടില്ല. മൂന്നാമത്, ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ പദ്ധതിയിൽ അദ്ദേഹം ഇപ്പോഴും പ്രധാന താരമാണ്. അതിനാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വിരമിക്കൽ വാർത്തകൾ ആഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് BCCI വ്യക്തമാക്കുന്നത്. ക്രിക്കറ്റിൽ ഓരോ പരാജയത്തിനു ശേഷം വിരമിക്കൽ ചർച്ചകൾ ഉയരുന്നത് പുതിയ കാര്യമല്ല. പക്ഷേ അവസാന തീരുമാനം എടുക്കേണ്ടത് കളിക്കാരനാണ്. രോഹിത് ശർമ്മയുടെ കാര്യത്തിലും അത് തന്നെയാണ് സത്യം. ഇപ്പോൾ BCCIയുടെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ ഹിറ്റ്മാൻ ഇപ്പോഴും ഇന്ത്യയുടെ ഏകദിന ടീമിനൊപ്പമുണ്ട്. അടുത്ത മത്സരങ്ങളിലും അദ്ദേഹത്തെ ഇന്ത്യൻ ജേഴ്സിയിൽ തന്നെ കാണാനാണ് സാധ്യത.